पर्यन्तां वन्दे गुरुपरम्पराम्. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു സഭയിൽ ഇരിക്കുന്നത്. ധാരാളം ജിജ്ഞാസുക്കള് ഈ പതഞ്ജലി യോഗ സമിതിയുടെ യോഗ പരിശീലനത്തിൽ ഇപ്പൊ സംബന്ധിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തൊരുമിച്ച് ഏറെ പേർക്ക് സംബന്ധിക്കാൻ സാധ്യതയില്ലാത്ത ഈ കാലത്ത് നവീന സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇതിൽ പങ്കുചേരുകയാണ്. എല്ലാ ശുഭസങ്കല്പങ്ങളും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പഠിതാക്കൾക്കും അതുപോലെ ശിക്ഷകർക്കും പൂർണ്ണമായി ഏറ്റവും യുക്തമായ രീതിയിൽ ഈ ഒരു ശിബിരം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ, അതിന്റെ പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് ആരംഭത്തിലെ സങ്കല്പിക്കുക. ഇന്ന് ലോകം മുഴുവൻ ഭാരതം പ്രസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതം എന്ന് പറഞ്ഞത് ഇന്ത്യ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അനാദിയായ ഒരു ആർഷ സങ്കല്പത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കാലം നിർണയിക്കാനാവാത്ത വേദത്തില് കാലം നിർണയിക്കാൻ ശ്രമിച്ചവരൊക്കെ പരസ്പരം കലഹിക്കുന്നിടത്താണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കാലം നിർണയിക്കാനാവാത്ത എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വേദത്തില് അതിൽ തന്നെ പ്രഥമമായ സംഹിതാ ഭാഗത്ത് അഗ്നിയെ സ്തുതിക്കുന്ന ഭാഗമായിട്ട് ആണെങ്കിൽ പോലും, അഥവാ ദേവതകളെ സ്തുതിക്കുന്ന ഭാഗമായിട്ടാണെങ്കിൽ പോലും വലിയൊരാശയം, വലിയൊരാദർശം മുന്നോട്ട് വെച്ചു. ആ ആശയം, ആദർശം കൃണ്വന്തോ വിശ്വമാര്യം എന്നതാണ്. കൃണ്വന്തോ വിശ്വമാര്യം. ഈ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നവർ, ഈ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്നവർ. ശ്രദ്ധിക്കുക വാക്യം. വേണമെങ്കിൽ മറ്റു പലതും പറയാമായിരുന്നു. ഈ ലോകത്തെ മുഴുവൻ ആയുധം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവരാവണം നമുക്കെന്ന് പറയാമായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? വേദത്തിന്റെ ഭാഗമായി തന്നെ ധനുർവേദം സ്വന്തമായി ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും വികസിതമായ ആയുധങ്ങളും ആയോധന വിദ്യകളും ഉണ്ടായിരുന്നു. ഏറ്റവും വികസിതമായ. വാൽമീകീയ രാമായണത്തില് രണ്ട് സന്ദർഭം ഓർമ്മിക്കുക. ഒന്ന്, അയോധ്യ വർണ്ണിക്കപ്പെടുന്ന സ്ഥലം. രണ്ട്, ഹനുമാൻ സീതാന്വേഷണത്തിന്റെ ഭാഗമായി ലങ്കയിലെത്തിയ ആ സന്ദർഭം. ഈ രണ്ട് സന്ദർഭങ്ങളിലും രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളെയാണ് വർണ്ണിക്കുന്നത്. ഒന്ന് അയോധ്യയെയാണ്, മറ്റൊന്ന് ലങ്കയെയാണ്. പക്ഷെ ഈ രണ്ട് സന്ദർഭത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വർണ്ണനയുണ്ട്. അത് പട്ടണത്തിന്റെ പരിധിക്ക് പുറത്തുകൂടെ വലിയ പ്രാകാരമുണ്ടായിരുന്നു, മതിലുണ്ടായിരുന്നു. അതിന് പുറമെയായിട്ട് വ്യവസ്ഥാപിതമായി ശതഘ്നികൾ വിന്യസിക്കപ്പെട്ടിരുന്നു എന്നാണ്. ശതഘ്നി എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം ശതാൻ ഘ്നന്തി ഇത് ശതഘ്നി.
നൂറുകണക്കിന് പേരെ കൊല്ലുന്നത് എന്നാണ് അർത്ഥം. അതായത് ഒറ്റ വിക്ഷേപണത്തിൽ നൂറുകണക്കിന് പേരെ കൊല്ലാൻ കഴിയുന്ന ആയുധവിശേഷം മതിലിന്റെ പുറത്തായിട്ട് തുല്യ അകലത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മിസൈലുകളൊക്കെ ആയിരിക്കണം, നമുക്കറിയില്ല. പറഞ്ഞതിന് താല്പര്യം എന്താന്ന് ചോദിച്ചാൽ, അത്രയ്ക്ക് വികസിതമായ ഒരു ആയുധ സഞ്ചയം, ആയോധന വിദ്യ ഋഷീശ്വരന്മാർ ഉപദേശിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അത് കൈവശമുള്ളത് കൊണ്ട് തന്നെ ലോകത്തെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കൂ എന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞേ? ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് നയിക്കാം, അറിവിലേക്ക് നയിക്കാം, ശാന്തിയിലേക്ക് നയിക്കാം, സമാധാനത്തിലേക്ക് നയിക്കാം, പ്രകാശത്തിലേക്ക് നയിക്കാം. അതാണ് ഭാരതത്തിന്റെ ദൗത്യവും സന്ദേശവും. ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശത്തിൽ രമിക്കുന്നത്, പ്രകാശത്തിൽ രമിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഭാ ധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം. ഭാ ദീപ്തൗ എന്നാണ് പാണിനി മഹർഷി ധാതുപാഠത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ ദീപ്തി, പ്രകാശം, ഏറ്റവും വലിയ പ്രകാശം അറിവിന്റെ പ്രകാശമാണ്. അപ്പൊ അറിവിന്റെ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്നതാണ് ഭാരതം. ആ നിലയ്ക്ക് ഈ അറിവിനെ, സമഗ്രമായ അറിവിനെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കൂ, അങ്ങനെ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠതയിലേക്ക് നയിക്കൂ എന്ന് വേദം സങ്കല്പിച്ചു, ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ വേദത്തിൽ നമുക്ക് മറ്റൊന്ന് പഠിക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് വിദ്യ പഠിച്ചു പോകട്ടെ എന്നുള്ള സങ്കല്പവും വേദത്തിലുണ്ട്. ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ തുടങ്ങിയ മന്ത്രങ്ങൾ പഠിക്കേണ്ടതാണ്. ഏതായാലും നമുക്കറിയാം, ജഗദ്ഗുരു പദവിയിൽ വിരാജിച്ച ഭാരതം ഇടക്കാലത്ത് കുറച്ച് മങ്ങലുണ്ടായി, സ്വയം മഹിമയിൽ നിന്ന് പിറകോട്ട് പോയി, ഒട്ടനവധി അടിമത്തങ്ങളിൽ സ്വയം അമർന്നു. അങ്ങനെ സ്വന്തം മഹിമ വിസ്മൃതമായും പ്രകാശിതമല്ലാതെയും ഇരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ വീണ്ടും കാണുകയാണ്, ലോകം മുഴുവൻ, ഒരു രാജ്യത്തിൽ പോലും ഒഴിവില്ലാതെ ഭാരതീയമായ അറിവുകൾ, ആചരണ വിശേഷങ്ങൾ പ്രചരിക്കുക. ശാന്തിക്ക്, സമാധാനത്തിന് ഭാരതത്തിന്റെ തത്വചിന്തയെയും ആചരണ വിശേഷങ്ങളെയും സ്വീകരിക്കുക മാത്രമേ മാർഗമുള്ളൂ എന്ന തിരിച്ചറിവ് ലോകത്തിനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതം വീണ്ടും ജഗദ്ഗുരുവായി ഉയരുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ഒത്തുകൂടുന്നത്. ശ്രദ്ധിക്കുക. അവിടെ ലോകത്തിൽ ഏറ്റവും അധികം യോഗ വിദ്യയും വേദാന്തവും ഇതാണ് പ്രചരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വേദാന്ത ജ്ഞാനവും യോഗ വിദ്യയും യോഗാനുഷ്ഠാന പദ്ധതികളും. തീർച്ചയായിട്ടും ആയുർവേദം വളരെയധികം പ്രചരിക്കുന്നുണ്ട്. വളരെ പ്രശംസനീയമായ രീതിയിൽ സംസ്കൃത ഭാഷ പ്രചരിക്കുന്നുണ്ട് ലോകം മുഴുവൻ. എങ്കിൽ തന്നെയും ഏറ്റവും അധികമായിട്ട് യോഗവിദ്യയും അതുപോലെ വേദാന്ത ചിന്തയുമാണ് ലോകം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ കാഴ്ച നമുക്ക് സർവത്ര കാണാൻ സാധിക്കും, സർവത്ര കാണാൻ സാധിക്കും. ഇത് വളരെ സന്തോഷകരമാണ്. ആ ഒരു ഏറ്റെടുക്കലിന്റെ ഏറ്റവും വലിയ ഒരു സന്ദർഭം അന്താരാഷ്ട്ര യോഗ ദിന പ്രഖ്യാപനത്തിൽ നമ്മൾ കണ്ടു. അന്താരാഷ്ട്ര യോഗ ദിന പ്രഖ്യാപനത്തോടു കൂടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തന്നെ യോഗാസന പദ്ധതികളിലേക്ക് പ്രവേശിച്ചു. എന്നല്ല, ഓരോ ദിവസം കഴിയുന്തോറും മാറ്റം നമ്മൾ കാണുകയാണ്. ഇവിടെ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ ഉള്ള മാറ്റങ്ങളെക്കാൾ കൂടുതൽ എടുത്തു പറയാൻ തോന്നുന്നത്, ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്,
ഇസ്ലാമിന്റെ ആവിർഭാവ സ്ഥാനമാണ് സൗദി അറേബ്യ. നമുക്കറിയാം. ആ സൗദി അറേബ്യ 2030 എന്നുള്ള വലിയൊരു വിഷൻ 2030 എന്നുള്ള വലിയൊരു പദ്ധതി ഈ വർഷം ആവിഷ്കരിച്ചു. നമ്മളെല്ലാം അതിനെക്കുറിച്ച് ബോധവാന്മാരാണ്, അറിയുന്നതാണ്. എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാത്തതല്ല ഇത്, എങ്കിലും ഈ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുക. കേവലം പെട്രോളിയം പ്രോഡക്ട്സിനെ മാത്രം വെച്ചുകൊണ്ട് ലോകത്തിൽ മുന്നേറാൻ സാധിക്കില്ല ഭാവിയിൽ. അതുകൊണ്ട് 2030 ആവുമ്പോഴത്തേക്ക് മറ്റു മേഖലകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് വികാസം ഉറപ്പിക്കണം എന്നുള്ള നിലയ്ക്കുള്ള പദ്ധതികളുമായി അവർ മുന്നോട്ട് പോയി. അതിന്റെ ഭാഗമായിട്ടാണ് വിഷൻ 2030 അവതരിപ്പിക്കപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒന്നാണ് യോഗം. യോഗാസനങ്ങള് വിദ്യാലയങ്ങളിൽ കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കണം. അതുപോലെ നമ്മൾ വളരെ സന്തോഷിക്കേണ്ടുന്ന ഒരു വിഷയമാണ് കുടുംബ ഭദ്രതയ്ക്കും തദ്വാര സമൂഹത്തിന്റെ ഉറപ്പിനുമായിട്ട് മഹാഭാരതവും രാമായണവും പഠിപ്പിക്കണം സ്കൂളുകളില്. ഓപ്ഷണൽ അല്ല, കമ്പൽസറി ആയിട്ട്, മാൻഡറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം. അല്ലാതെ ഓപ്ഷണൽ ചോയ്സ് ആയിട്ട് വെച്ചിട്ടില്ല. വാസ്തവത്തിൽ നമ്മൾ എത്രമാത്രം ഒരു വ്യതിയാനത്തെയാണ് കാണുന്നത്. കാരണം ഇസ്ലാമിന്റെ ജന്മനാടായ സൗദി അറേബ്യയിലാണ് കുടുംബ ഭദ്രതയ്ക്കും സമൂഹ ഭദ്രതയ്ക്കും വേണ്ടിയിട്ട് എല്ലാ വിദ്യാർത്ഥികളും മഹാഭാരതവും രാമായണവും പഠിക്കണം, നിർബന്ധമായി യോഗാസനങ്ങളെ ചെയ്യണം എന്ന്. ധാരാളം യോഗ ടീച്ചേഴ്സിന് അവിടെ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക വരുന്ന കാലങ്ങളിൽ. അതിന്റെ സാമ്പത്തിക വശം കൂടിയാണ്. അതും വേണമല്ലോ, നമുക്ക് തൊഴിലുകൾ വേണമല്ലോ, നമ്മൾ എല്ലാ മേഖലയിലും ഉയർന്നു പോകണമല്ലോ. എന്ന് മാത്രമല്ല, ലോകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു വലിയ സ്വീകാര്യത. പക്ഷെ ഇത് പറയുമ്പോൾ ഇതിനൊരു മറുവശമുണ്ട്. ആ മറുവശം നമ്മൾ മനസ്സിലാക്കാതിരുന്നു കൂടാ. വളരെ വികലമായിട്ടും വികൃതമായിട്ടും യോഗാസനത്തെയും യോഗ പദ്ധതികളെയും ഇന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് ലോകത്തിൽ. വളരെ വികൃതമായിട്ട്. ഒരിക്കലോ നമ്മളൊരു പരിപാടിക്ക് വേണ്ടിയിട്ട്, വേദാന്ത ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഗ്രീസിൽ ഒരിക്കൽ പോയ സമയത്ത് അവിടെ വലിയൊരു ഒരു യോഗ റിസോർട്ടാണ്. അവിടെയാണ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നത്. ഗ്രീസില് അമോർഗോസ് ഐലൻഡ് എന്നുള്ളൊരു ദ്വീപിലാണ്. അപ്പോ നമ്മുടെ പരിപാടികളുള്ള കെട്ടിടത്തിന്റെ അപ്പുറത്ത് വേറൊരു കെട്ടിടമുണ്ട്. അവിടുന്ന് വലിയ ബഹളങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി, വലിയ ബഹളം. അപ്പൊ അവിടെ യോഗ ക്യാമ്പാണ്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന യോഗ ക്യാമ്പിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിരിക്കുക. അപ്പൊ അതിന് നമ്മൾ ഭാരതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയപ്പോഴും കേട്ടിട്ടില്ലാത്ത തരം ചില ബഹളങ്ങൾ കേട്ടപ്പോ എന്താന്ന് അന്വേഷിച്ചു. അപ്പോഴാണത് പുതിയ ചില യോഗ പദ്ധതികളാണ്. ബ്രാൻഡി യോഗ, റം യോഗ, വിസ്കി യോഗ. തമാശ പറയല്ല. പിന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അവരോട്. താത്പര്യം ഇത് പ്രചരിക്കുന്നതിനനുസൃതമായിട്ട് അബദ്ധങ്ങളും പ്രചരിക്കുന്നുണ്ട് ലോകത്തില്. ഒരിക്കൽ ഒരു യോഗ ഇൻസ്ട്രക്ടർ, ഒരു വലിയ ഒരുപാട് ശിഷ്യസമ്പത്തുള്ള യോഗ ഇൻസ്ട്രക്ടറാണ് ജർമ്മനിയില്. അവര് മാനസികമായിട്ട് കുറച്ച് പ്രശ്നം വന്നിട്ട് പല ചികിത്സകളും ചെയ്തു. അപ്പോ അവിടുന്ന് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മാറണമെങ്കിൽ ഭാരതത്തിൽ തന്നെ പോണം, അല്ലാതെ വയ്യ എന്ന് ചില ഡോക്ടർമാർ ഉപദേശിച്ചു. അങ്ങനെ ഭാരതത്തിൽ വന്നു. ഒരു ആയുർവേദ വിദ്വാന്റെ അരികെ തമിഴ്നാട്ടിൽ വന്നു. അദ്ദേഹം നമ്മളുമായിട്ട് അടുപ്പമുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം പരിശോധിച്ചപ്പോൾ ഇത് കേവലം ആയുർവേദം മാത്രം വെച്ച് നോക്കേണ്ടതല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ യോഗ ഇൻസ്ട്രക്ടറെയും കൂട്ടി ആശ്രമത്തിൽ വന്നിരുന്നു. ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അവർ വന്നു, ഞങ്ങള് പലതും സംസാരിച്ചു. അന്ന് ആശ്രമത്തില് ചക്കയുടെ കറിയായിരുന്നു. ഉച്ചയ്ക്ക് ഊണിന് ചക്കയുടെ കറിയാ, ചക്കയിറശ്ശേരി. അപ്പൊ ഇവര് ജീവിതത്തിൽ ചക്ക കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല. ഇവർക്ക് വളരെ ഇഷ്ടമായി. സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരു 10 ദിവസം കഴിക്കുന്ന ഭക്ഷണം അവർ ഒറ്റ നേരം കൊണ്ട് കഴിച്ചു. അത്രയ്ക്കധികം ചോറും കറിയും.
ഒരു 10 ദിവസം നമ്മൾ കഴിക്കുന്ന, അതിശയോക്തി ഇല്ല, കുറച്ച് അതിശയോക്തിയൊക്കെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, പക്ഷെ ഇതല്ല, ഇത് പരമാർത്ഥം പറയുകയാണ്. ഒരു 10 ദിവസം നമുക്ക് കഴിക്കുന്ന ഭക്ഷണം അവരൊറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് വന്നു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, അവരെന്തെങ്കിലും ഒന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല, നിങ്ങൾ ജർമ്മനിയിൽ എങ്ങനെയൊക്കെയാണ് ഈ യോഗ പഠിപ്പിക്കുന്നത് എന്ന് വെറുതെ അങ്ങോട്ട് ചോദിച്ചു. അതിന്റെ തിയററ്റിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, സമൂഹത്തിൽ എങ്ങനെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു എന്നൊക്കെ അറിയാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ സമയത്ത് പെട്ടെന്ന് അവരങ്ങോട്ട് സർവാംഗാസനം ചെയ്തുള്ള നോക്കണേ, 10 പേര് കഴിക്കേണ്ട ഭക്ഷണം വയറ്റിലുള്ള സമയത്ത് ഒരു അപാര യോഗി തന്നെ അത്. അവരെ ഞാൻ സമ്മതിച്ചു, ആ യോഗീശ്വരി തന്നെയാണ്. പെട്ടെന്ന് ബലപൂർവകം തന്നെ ദേവി ഇതിപ്പൊ നിങ്ങൾ ചെയ്യല്ലോ എന്ന് പറഞ്ഞ് മാറ്റിക്കേണ്ടി വന്നു. അപ്പൊ ടീച്ചർ ഇങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ അവിടെ ആലോചിക്കാനുള്ളൂ, വേറൊന്നുമില്ല. കാരണം എന്താണ് യോഗം അല്ലെങ്കിൽ എന്താണ് യോഗാസന പദ്ധതി എന്നുള്ളത് പോലും വിസ്മരിച്ച് ഇതെന്തോ പ്രദർശനാത്മകമായ എന്തോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, യോഗം എന്നുള്ളത് എന്തെങ്കിലും വ്യായാമങ്ങളല്ല. യോഗം എന്നുള്ളത് കേവലം ആസനങ്ങളല്ല. യോഗത്തിലെ അംഗം മാത്രമാണ് ആസനം. ഇപ്പൊ എന്താണ് വാസ്തവത്തിൽ യോഗം? വാസ്തവത്തിൽ പാരമാർത്ഥികമായ യോഗത്തിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. വളരെ വളരെ വലിയ ഗഹനമായ വിഷയം തന്നെയാണ്, എങ്കിലും സൂചിപ്പിക്കാത്ത തരമില്ല. യോഗം എന്ന് പറഞ്ഞാൽ പരമമായ സത്യസാക്ഷാത്കാരമാണ്. അന്വേഷ്യവും അന്വേഷകനും ഒന്നായി തീരുന്ന പരമമായ സത്യത്തെ തേടിയുള്ള തൻ്റെ യാത്രയുടെ ആ സാക്ഷാത്കാരമാണ് യോഗം. യുജ് മേളനേ എന്ന് ധാതു. യുജ് മേളനേ, കൂടിച്ചേരുക. ഇപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. എന്ത് കൂടിച്ചേരുക? ഇത്രയും കാലം എന്താണ് പരമസത്യം എന്ന് അന്വേഷിച്ച സാധകൻ തൻ്റെ തന്നെ സ്വരൂപമാണ് ആ പരമമായ സത്യം എന്നുള്ള ബോധത്തിൽ ഏകീഭവിക്കുന്നതാണ് വാസ്തവത്തിൽ യോഗം. അത് പാരമാർത്ഥികമാണ്. അതിലേക്ക് അനേക കോടി പേരിൽ ഒരാളെ എത്തിച്ചേരുള്ളൂ. അനേക കോടി പേരിൽ ഒരാളെ എത്തിച്ചേരുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് നിരർത്ഥകമല്ല. 1000 പേര് എവറസ്റ്റ് കയറാൻ പോയി. ഭൂരിഭാഗം പേരും കണ്ടപ്പോ തന്നെ മടങ്ങി. കുറച്ചുപേര് കയറാൻ തുടങ്ങിയപ്പോ മടങ്ങി. കുറച്ചുപേര് വീണ് ചത്തുപോയി. കുറച്ചുപേര് അതിൽ പോകുന്ന സമയത്ത് കള്ള ധാതു സമ്പത്ത് കണ്ട് അതിൽ ആകൃഷ്ടരായി ഇത് വിറ്റ് കാശാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത് ചുരണ്ടി കൊണ്ടുവന്നു. ധാരാളം ശിലാജിത്തും അങ്ങനെയുള്ള വളരെയധികം ധാതുക്കളുണ്ട്. ഒരാളെ അതിന്റെ അഗ്രത്തിലെത്തുള്ളൂ. അതുകൊണ്ട് എവറസ്റ്റിന് യാതൊരു കുഴപ്പമില്ല. വഴിയിൽ കുറെ പേര് വീണെന്നുള്ളതോ പിന്തിരിഞ്ഞു എന്നുള്ളതോ എവറസ്റ്റിന്റെ കുഴപ്പമല്ല. അത് തല ഉയർത്തി നിൽക്കും. ശ്രദ്ധിക്കുക. അപ്പൊ പാരമാർത്ഥികമായ യോഗാർത്ഥം കൂടിച്ചേരൽ എന്നാണ്. എന്നാൽ അതിലേക്ക് നമ്മൾ എത്തിക്കുന്ന മാർഗം എന്നുള്ള അർത്ഥത്തിൽ യോഗശബ്ദത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അവിടെ യോഗത്തിന് സമാധി എന്നാണ് അർത്ഥം. യുജിർ സമാധൗ എന്ന് ധാതു. യുജിർ സമാധൗ. എന്താ സമാധി എന്ന് പറഞ്ഞാൽ? അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ സമാധി എന്നാട്ടോ അർത്ഥം. ശ്രദ്ധിക്കുക. ഈ സമാധീന യോഗം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പലപ്പോഴും തെറ്റിദ്ധരിക്കും. കാരണം ഇന്ന് കാലത്ത് സ്വാമിയന്മാര് ചത്തുപോയാൽ പറയുന്ന പേരാണ് സമാധി. അപ്പൊ സമാധിയാവണമെങ്കിൽ ആദ്യം സ്വാമിയാരാവണം, രണ്ടാമത് ചത്തും. അയ്യോ, അത് വിഷമാണല്ലോ എന്ന് വിചാരിക്കും. അതിന് അങ്ങനെയൊന്നും ഇല്ല. അതൊന്നും അല്ല സമാധി. അതും സമാധി തന്നെ, എന്നാൽ അതല്ല സമാധി. ഇപ്പൊ ഈ പരിപാടി ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറച്ചു പേര് കേട്ടോണ്ടിരിക്കുന്നു. കുറെ പേരുണ്ട് കേൾക്കണത്, കുറച്ചു പേരല്ല, ധാരാളം പേരുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഇവിടെ കാണുന്നുമുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേൾക്കുന്നത്, അതുപോലെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് പറയുന്നതും. എന്നാലും
എന്തെല്ലാം വൃത്തികൾ ഇപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടാവും. ശ്രദ്ധയോട് കൂടിയാണ് പറയണത്. ഞാന് വേറെ ഒന്നും ഇപ്പൊ സത്യസന്ധമായി പറഞ്ഞാൽ വേറെ ഒന്നും ആലോചിക്കണില്ല, അപ്പൊ ഇത് പറയണേ ഉള്ളൂ. എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ വേറെ പലതും ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇപ്പുറത്ത് ഒരു വിളി വരുന്നുണ്ട്. ആ വിളി കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവർ രണ്ടാമത് വിളിച്ചപ്പോ എന്റെ മനസ്സിൽ ചിന്ത വന്നിട്ടുണ്ട്, ആദ്യം വിളിച്ച് കട്ട് ചെയ്ത് പിന്നെ രണ്ടാമത് ഇപ്പൊ എന്തിനാ വിളിക്കുന്നത്? അപ്പൊ ആദ്യം വിളിച്ചാൽ കട്ട് ചെയ്യുമ്പോ എന്തോ ഒരു പരിപാടിയിലായിരിക്കുന്നവർ മനസ്സിലാക്കണ്ടേ, എന്നിട്ട് രണ്ടാമത് വിളിക്കാൻ പാടുണ്ടോ എന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. ഇതൊക്കെ പറയണോണ്ട് പുറത്ത്, അത് ഉള്ളിൽ ചിന്ത ഉണ്ട്. അത് ചിന്തിക്കുമ്പോ ആ വിളിച്ച ആളുടെ രൂപം എന്റെ മനസ്സിലുണ്ട്. അവരുടെ നാട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളോ? അല്ല, കുറച്ച് കഴിഞ്ഞാൽ വിദ്യാരംഭത്തിന് 2 കുട്ടികൾ വരാണ്ട്. അവർ കുറച്ച് നേരത്തെ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കുവോ? എന്താ വേണ്ടു? ഇങ്ങനെ നാനാവിധത്തിലുള്ള ചിന്തകൾ ഇപ്പൊ ഇത് പറയുമ്പോ എന്റെ മനസ്സിലുണ്ട്. അതുപോലെ നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്തൊക്കെ ഉണ്ടാവും ഉള്ളിൽ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആയിരക്കണക്കിന് വൃത്തികൾ ഇപ്പൊ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. ആയിരക്കണക്കിന് വൃത്തികളുണ്ട്. ഒന്നും ഉപരിതലത്തിലേക്ക് വരില്ല. ഉപരിതലത്തിലേക്ക് ഒരു 10-40 വൃത്തികളൊക്കെ വരുന്നുണ്ടാവുള്ളൂ. പക്ഷെ അന്ധകരണത്തിനുള്ളിൽ ആയിരക്കണക്കിന് വൃത്തികൾ ഇപ്പോൾ ഉണ്ട്. ഈ വൃത്തി വൈവിധ്യങ്ങളെല്ലാം തീർത്തും നിരോധിക്കപ്പെട്ട്, നിയമിക്കപ്പെട്ട്, കാറ്റില്ലാത്തിടത്ത ദീപം പോലെ ഏകാഗ്രതമമായി നമ്മുടെ മനസ്സ്, അന്ധകരണം പ്രകാശിക്കുന്ന അവസ്ഥയ്ക്കാണ് യുജിര് സമാധൗ എന്നുള്ള ധാതു അനുസരിച്ച് യോഗം എന്ന് പറയുന്നത്. ഈ അർത്ഥം എടുത്തുകൊണ്ടാണ് വ്യാസഭഗവാൻ തന്റെ യോഗ ഭാഷ്യത്തില് യോഗ ശബ്ദത്തിന് അർത്ഥം പറയും യോഗ സമാധി എന്ന്. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിൽ യോഗ ചിത്തവൃത്തി നിരോധ എന്നുള്ള സൂത്രത്തിന്റെ ഭാഷ്യത്തിലാണ് യോഗ സമാധി എന്ന് പറയുന്നത്. അത് ഈ ധാതു വെച്ചിട്ടാ, യുജിര് സമാധൗ എന്നുള്ള. അപ്പൊ സമാധിയാണ് യോഗം. അപ്പൊ നമ്മൾ ചിന്തിക്കും, സ്വാമി ഇത് പറഞ്ഞിട്ട് എന്താ പ്രായോഗികമായിട്ടുള്ളത്? ഇപ്പൊ ഞങ്ങളുടെ മനസ്സ് സമാധിയിലല്ലല്ലോ. ഏതുപോലെ ഒരാളിവിടെ വന്നിട്ട് ചോദിച്ചു, സ്വാമി കേദാർനാഥിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരുമോ? ഉടനെ ഞാൻ പറഞ്ഞു, ഋഷികേശിന് നേരെ വടക്കോട്ടുള്ള റോഡിന് പോവുക, അതിൽ തന്നെ പോയാൽ മതി, വഴി തെറ്റാതെ നേരെ മെയിൻ റോഡിൽ തന്നെ പോയിക്കോളൂ. പോയിട്ട് ദേവപ്രയാഗ കഴിഞ്ഞ് രുദ്രപ്രയാഗ എത്തുമ്പോൾ ഇടത്തോട്ട് തിരിയണം. രുദ്രപ്രയാഗയിൽ നേരെ പോരുത്, നേരെ പോയാൽ പിന്നെ ബദരീനാഥിൽ എത്തിപ്പോകും. അത് വേണ്ട, രുദ്രപ്രയാഗയിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം, എന്നിട്ട് ഗുപ്തകാശി വഴി അങ്ങോട്ട് പോയിക്കോളൂ, ഇതാ വഴി എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഉത്തരഭാരതത്തിൽ പോലും പോയിട്ടില്ലാത്ത, കേരളം മാത്രം അറിയുന്ന ഇയാൾക്ക് ഇത് കേട്ടിട്ട് എന്ത് കാര്യമുള്ളത്? കാരണം ഋഷികേശ് എവിടെയാന്ന് അറിയില്ല, ഋഷികേശിലേക്ക് എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അയാളോട് ഞാനെന്ത് ചെയ്യണം? ആദ്യമായിട്ട് ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയാ പോണത്? ഞാൻ ട്രെയിനിലാ. എന്നാ ശരി, ആഴ്ചയിൽ ഒരു ട്രെയിൻ ഉണ്ട് ഹരിദ്വാർ വരെ, അതിൽ കയറി പോയിക്കോളൂ. അവിടുന്ന് അങ്ങോട്ട് 24 കിലോമീറ്റർ ഉള്ളൂ ഋഷികേശിലേക്ക്, അവിടെ നിന്ന വഴിക്ക് കിട്ടും എന്ന് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് ഇവിടുന്നുള്ള വഴി കിട്ടും. ഇതേപോലെ സമാധി എന്നുള്ളതാണ് യോഗത്തിലേക്കുള്ള മാർഗം എന്ന് പറഞ്ഞതുകൊണ്ട് സാമാന്യ ലോകത്തിൽ പ്രയോജനമില്ല. എന്താണ് അതിലേക്കുള്ള മാർഗം എന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെയാണ് വിവിധങ്ങളായ പദ്ധതികളെ ഉപദേശിക്കുന്നത്. അവിടെയാണ് ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം എന്നൊക്കെ പറഞ്ഞ് ഒട്ടനവധി യോഗമാർഗങ്ങളെ ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. ഒട്ടനവധി യോഗമാർഗങ്ങളെ. ആ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠതമമായ ഒരു മാർഗമായിട്ടാണ് അഷ്ടാംഗമാർഗം നിലനിൽക്കുന്നത്. ഈ അഷ്ടാംഗമാർഗം വാസ്തവത്തിൽ പതഞ്ജലിയുടെ സൂത്രങ്ങളിൽ നിബന്ധിക്കപ്പെട്ടു. പതഞ്ജലിയാണ് ഇത് ഉണ്ടാക്കിയെന്ന് ആരും പറഞ്ഞേക്കരുത്. ഉള്ളതായതിനെ സൂത്രത്തിൽ നിബന്ധിക്കുകയാണ് ആചാര്യൻ ചെയ്യുന്നത്. വ്യാകരണം ഉണ്ടാക്കിയ ആളല്ല പാണിനി. പാണിനിക്ക് മുമ്പേ വ്യാകരണമുണ്ട്, പക്ഷേ അതിനെ സൂത്ര നിബന്ധമാക്കി എന്നുള്ളതാണ് മഹിമ. അതുപോലെ പതഞ്ജലി മഹർഷി യോഗത്തെ സൂത്ര നിബദ്ധമാക്കി. പിന്നീട് അതിനു മുമ്പും അതിന് പിമ്പും ധാരാളം ആചാര്യന്മാര് അവരുടേതായ അനുഭവങ്ങളിലൂടെ
നിരീക്ഷണങ്ങളിലൂടെ യോഗശാസ്ത്രത്തെ വിപുലീകരിച്ച് ഹഠയോഗത്തിന്റെ വളരെ വിപുലവും വിശാലവുമായ ശാസ്ത്രങ്ങളെ നമുക്ക് തന്നു. അത് വളരെയധികം ഉണ്ട്, വലിയ ഗഹനമാണ്. അതിൽ നിന്ന് വളരെ പ്രായോഗികമായി സ്വീകരിക്കാനുള്ള ചില ക്രമങ്ങൾ എടുത്തുകൊണ്ട് ധാരാളം ആചാര്യന്മാര് സമീപ കാലഘട്ടത്തിൽ ഈ യോഗശാസ്ത്രത്തെ ലളിതമാക്കി തീർത്തു. ലളിതമാക്കി തീർത്തു എന്ന് തന്നെ പറയണം. ആ ലളിതമാക്കി തീർത്ത പദ്ധതിക്ക് അനുസരിച്ചാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒന്നേ പറയാനുള്ളൂ, യമനിയമങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് വേണം ഈ യോഗാസനങ്ങളൊക്കെ ചെയ്യാൻ. ജീവിതത്തിൽ യമനിയമങ്ങളെ പാലിക്കണം. നമ്മൾ പലപ്പോഴും ഈ പദ്ധതിയിലേക്ക് എത്തുന്നത് ബാഹ്യങ്ങളായിരിക്കുന്ന ചില ആവശ്യങ്ങൾ കൂടി വെച്ചിട്ടായിരിക്കും. ചിലർക്ക് ശാരീരികമായിട്ട് ക്ഷമതയ്ക്കായിരിക്കും, ചിലർക്ക് രോഗബാധകളിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും, ചിലർക്ക് ജീവിത ശൈലീ രോഗങ്ങളെ മാറ്റാനായിരിക്കും, ചിലർക്ക് ജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാവാനായിരിക്കും, ചിലർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിരിക്കും. അങ്ങനെ പല പ്രയോജനമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതൊക്കെ ഇതിലേക്ക് എത്തി നോക്കാനുള്ള മാർഗങ്ങളാ, ആകർഷണങ്ങളാ. എത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ ലക്ഷ്യമൊക്കെ അങ്ങ് മാറും. അതിന്റെ ശരിയായ സൗന്ദര്യം മനസ്സിലാക്കുമ്പോൾ, അതിന്റെ ശരിയായ മഹിമയിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ആദ്യം ചിലപ്പോ ഒന്ന് സ്ലിം ബ്യൂട്ടി ആവണം എന്ന് വിചാരിച്ചിട്ടാ ഇത് തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ സ്ലിമ്മും പോവും, ബ്യൂട്ടിയും പോവും. എല്ലാത്തിലും ബ്യൂട്ടി കാണാൻ പഠിക്കും, എല്ലാത്തിലും. അപ്പൊ പിന്നെ പ്രത്യേകിച്ചുള്ള ബ്യൂട്ടിയൊക്കെ അങ്ങ് പോയി, നമ്മളെ വീക്ഷണം മാറും. പക്ഷെ ഇത്തരം ആകർഷണങ്ങളിൽ പെട്ട് വരുന്നവരോട് തുടക്കത്തിൽ തന്നെ ബ്രഹ്മസാക്ഷാത്കാരമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ ഏത് ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഇതിലേക്ക് പ്രവേശിക്കുന്നുവോ അതിൽ തീർച്ചയായിട്ടും പൂർണ്ണതയിലേക്ക് എത്തും എന്ന് വ്യക്തമായൊരു ഒരു ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. ഒപ്പത്തിനൊപ്പം അതിനും അപ്പുറത്തേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള നിലയ്ക്ക് യമനിയമങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ശിക്ഷകന്മാര് നൽകുന്ന, ഗുരുനാഥന്മാര് നൽകുന്ന, നമുക്ക് ആരാണോ യോഗ ശിക്ഷണം ചെയ്യുന്നത് അത് നമ്മുടെ ഗുരുവാണ്. ആ ഒരു ഭാവനയിൽ, ഗുരുഭാവത്തിൽ നോക്കി കണ്ടുകൊണ്ട് അനാദിയായ ഗുരു പരമ്പരയാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ള ശ്രദ്ധാപൂർവമായ ഭാവത്തോടു കൂടി ഇതിൽ പങ്കുചേരുക. കൃത്യമായിട്ട് നിയമിതമായിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും എന്ന് വേണ്ട സമ്പൂർണമായ നമ്മുടെ ഉപാധികൾക്കും അതിന്റെ പ്രയോജനം ഉണ്ടാവും. അതിൽ യാതൊരു സന്ദേഹവും ഇല്ല, ഒരു സന്ദേഹവും ഇല്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈ പദ്ധതിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. അങ്ങനെ ഈ ഉപനിഷത്തിൽ ഒരിടത്ത് യോഗം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. യഥാ പഞ്ചാവതിഷ്ഠന്തെ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ചന വിചേഷ്ടതി താമാഹു പരമാം ഗതിം താം യോഗമിതി മന്യന്തേ എന്ന്. താത്പര്യം നമ്മുടെ ഇന്ദ്രിയങ്ങള്, നമ്മുടെ മനസ്സ് എല്ലാം ഏകാഗ്രതമമായി ഇളക്കമില്ലാതെ ഒരാശ്രയത്തിൽ ഉറച്ചിരിക്കുന്ന, കാറ്റില്ലാത്തടത്ത ദീപം പോലെ ഒറ്റധാരയിൽ നിൽക്കുന്നതാണ് വാസ്തവത്തിൽ യോഗം. നമ്മുടെയൊക്കെ ശക്തി എത്രയാന്ന് നമുക്ക് തന്നെ അറിയില്ല. കാരണം നമ്മളത് ഛിന്ന ഭിന്നമാക്കി കളഞ്ഞതാ ഇത്രയും കാലം. അതിനെ നമ്മൾ ഏകാഗ്രമാക്കാൻ ശീലിച്ചില്ല. ആ നമ്മുടെ വൈയക്തികമായ ശക്തിയെ ഏകാഗ്രമാക്കി തീർത്ത് അതിന്റെ അളവറ്റ മഹിമയിലേക്ക് സ്വയം എത്തിച്ചേരാനുള്ള വലിയൊരു മാർഗമാണ്, അവസരമാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി, ശ്രദ്ധയാണ് മുഖ്യം, ശ്രദ്ധയോടുകൂടി ചിട്ടയോടുകൂടി ഈ ആസന പദ്ധതികൾ ചെയ്യുക. അവിടെ നമുക്ക് നിർബന്ധമായും ഒരു ഗുരുവിന്റെ അരികം എന്ന് തന്നെ ഇത്തരം വിദ്യകളൊക്കെ പഠിക്കണം. ഇന്ന് ധാരാളം പുസ്തകങ്ങൾ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ധാരാളം മറ്റ് മാധ്യമങ്ങളിലൂടെ നമുക്ക് പഠിക്കാം. പക്ഷേ യോഗവിദ്യയൊക്കെ ഗുരുവിൽ നിന്ന് അഭ്യസിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്കിവിടെ ഇത് പഠിപ്പിച്ചു തരുന്ന ശിക്ഷകന്മാരുണ്ട്, അവരിൽ നിന്ന് തന്നെ അത് പഠിക്കണം. ആശ്രമത്തിൽ ഒരിക്കല് ഒരു ചെറുപ്പക്കാരൻ വന്ന് സംസാരിക്കുമ്പോൾ കൈ ഇങ്ങനെ വെച്ചോണ്ടാ സംസാരിക്കുന്നത്.
കൈ ഇങ്ങനെ വെച്ചോണ്ട്. അപ്പൊ എന്താന്ന് എനിക്ക് മനസ്സിലായപ്പോ ഇങ്ങനെയൊക്കെയാണെന്ന് സല്യൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിക്കും. ഇതിപ്പോ എന്താന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ എന്താ വെച്ചാൽ ഉമ്മറത്തെ 2 പല്ലും പോയതാ. അപ്പൊ ഇതെന്താ പറ്റിയ കേട്ടാ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു മയൂരാസനം ചെയ്തിട്ടുണ്ടായ ഗുണാണെന്നോ. ഓ ശരി, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അപ്പൊ മയൂരാസനം ചെയ്തിട്ടുണ്ടായ ഗുണാണത്. അതേ പറയുള്ളൂ, ബാക്കി നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുക എന്താണ്. അപ്പൊ എന്തേ കാരണം അത് മയൂരത്തിന്റെ കുഴപ്പമല്ല, മയൂരാസനത്തിന്റെ കുഴപ്പമല്ല. ഇദ്ദേഹം, ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോ എവിടുന്നാ പഠിച്ചത്, ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? എന്നെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്താ സംഭവിച്ചാ പരംപൂജ്യ ശിവാനന്ദ സ്വാമികളുടെ ഒരു പുസ്തകമുണ്ട്, യോഗിക് ഹോം എക്സർസൈസസ് എന്നുള്ള പുസ്തകം. ഈ പുസ്തകത്തില് മയൂരാസനത്തിന്റെ പോസ് ഉണ്ട്, അതിന്റെ ഫൈനൽ പോസ്. അപ്പൊ അതെടുത്ത് വെച്ചിട്ട് ഇയാളൊന്ന് അഭ്യസിച്ചു നോക്കിയതാ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ഒക്കെ അയാൾ അങ്ങോട്ട് ഒഴിവാക്കി. അവസാനത്തെ സ്റ്റെപ്പ് എനിക്കെന്തിനാ അതൊക്കെ സ്റ്റെപ്പൊക്കെ എന്ന് വിചാരിച്ചു. ഇത് കഥയല്ല, ഉണ്ടായിട്ടുള്ള സംഭവമാണ്. ഇതൊരു ഉദാഹരണം പറഞ്ഞു മാത്രം, ഇതൊരു ഉദാഹരണം പറഞ്ഞതാ. മുമ്പൊരിക്കൽ ഒരു സ്കൂൾ അധ്യാപകൻ പറഞ്ഞു, മക്കളെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവാണ്, 2-3 ആഴ്ചത്തേക്ക് ഞാൻ ലീവാ, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. 3 ആഴ്ച കഴിഞ്ഞിട്ടും മാഷെ കാണുന്നില്ല. 1 മാസം കഴിഞ്ഞിട്ടും മാഷെ കാണുന്നില്ല. വിദ്യാർത്ഥികളെല്ലാം തേടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോ അദ്ദേഹം കിടപ്പില്ല, ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നേ ഉള്ളൂ. ഇപ്പൊ എന്താ പറ്റിയെന്ന് വെച്ചപ്പോ ഈ കഴുത്തിന്റെ പ്രധാനപ്പെട്ട എല്ല് പൊട്ടിപ്പോയതാ. പിന്നെ അദ്ദേഹത്തിന്റെ കഴുത്ത് ഇങ്ങനെയാണ്. പിന്നെ ക്ലാസ് എടുക്കുമ്പോ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കൈ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെയാവും. ഇങ്ങനെയായിപ്പോയി. എന്നിട്ട് ഞങ്ങളന്ന് പറയുമ്പോൾ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ, മുഷ്കിൽ എന്ന് പേരിട്ടു അദ്ദേഹത്തിന്. അദ്ദേഹം ഹിന്ദി ടീച്ചറായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് മുഷ്കിലിന് ഇരട്ട പേരിട്ടു. പിന്നെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ പേര് മുഷ്കിൽ എന്നാണെന്ന്. അദ്ദേഹം സന്തോഷിച്ചു, ഞാൻ വളരെ മുഷ്കിലായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്താ സംഭവം വെച്ചാ അത് ഗുരു ഇല്ലാതെ ചെയ്തതാ ശീർഷാസനം. ഗുരുനാഥനില്ലാതെ ശീർഷാസനം ചെയ്തതാ. ഇതൊന്നും പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല കേട്ടോ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. നിങ്ങളൊരു ഗുരുവിന്റെ കീഴിൽ തന്നെ പഠിച്ചിട്ട് ആ ഗുരുവിന്റെ അടുത്ത് എനിക്ക് എന്തോ കമ്മീഷനും കിട്ടാനില്ല. മറിച്ച് ഇതിലെല്ലാം ഒരു സമ്പ്രദായ ശുദ്ധിയുണ്ട്, എളുപ്പ വഴികളൊന്നുമില്ല, നേർവഴികളേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് അതൊക്കെ പറഞ്ഞത്. അങ്ങനെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജീവിതത്തിൽ യമനിയമങ്ങളെ പാലിച്ചുകൊണ്ട് യോഗാസനങ്ങൾ ശീലിച്ചാൽ നിശ്ചയമായും അതിനപ്പുറത്തേക്ക് നമ്മൾ എത്തും. പ്രാണായാമവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ പറഞ്ഞു തരുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ശരിയായ രീതിയിൽ ലളിതമായ രീതിയിലുള്ള പ്രാണായാമ മുറകളിലൂടെ ക്രമേണ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാം. അങ്ങനെ തീർച്ചയായിട്ടും ജീവിതത്തെ കൃതാർത്ഥമാക്കാം. ആത്യന്തികമായ യോഗത്തിന്റെ ആ ലക്ഷ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വ്യാവഹാരികമായി ഇത് വേണ്ടതുപോലെ അഭ്യസിക്കുക എന്ന് മാത്രം പറഞ്ഞ് എല്ലാ ശുഭാശംസകളും വളരെ വിജയകരമായി പൂർത്തിയാക്കട്ടെ എന്നും, അത് തുടർച്ചയായി നമ്മൾ ജീവിതത്തിൽ ചെയ്യണം. അല്ലാതെ ഒരു കോഴ്സായിട്ട് കഴിഞ്ഞിട്ടങ്ങ് നിർത്തിക്കളയരുത്. അത് തുടർച്ചയായിട്ട് ചെയ്യണം. അതതിന്റെ മാധുര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല എന്നുകൂടി ആവശ്യപ്പെട്ട് എല്ലാ ശുഭാശംസകളും സമർപ്പിച്ച് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വളരെ വളരെ സന്തോഷം. സ്വാമിജി, ഓ അങ്ങയുടെ സാമീപ്യം കൊണ്ടും അങ്ങയുടെ വാക്കുകൾ കൊണ്ടും ഞങ്ങളെല്ലാവരും അനുഗ്രഹീതരായിരിക്കുകയാണ്. പ്രത്യേകിച്ച് യോഗയെ പറ്റി അങ്ങ് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാം ഒരുപാട് അറിവും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രചോദനവുമാണ്. ഞങ്ങൾ എല്ലാ യോഗ ബന്ധുക്കളും അങ്ങയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി പറയുന്നതിനും ലോക കല്യാണ മന്ത്രം ചൊല്ലുന്നതിനും വേണ്ടി വെങ്കടേശ്വരൻ അണ്ണനെ ക്ഷണിച്ചുകൊള്ളുന്നു. അണ്ണൻ ബാംഗ്ലൂരിൽ നിന്നാണ്, നമ്മുടെ യോഗ ഗ്രൂപ്പിന്റെ ഒരു പ്രമുഖ ശിക്ഷകരിൽ ഒരാളാണ്. ഹരി ഓം. ആദ്യമായി ആത്മാർത്ഥികാചാര്യനും പൂജനീയനുമായ സ്വാമി ശ്രീമദ് ചിദാനന്ദപുരിക്ക് എന്റെ വിനീതമായ പ്രണാമം.